ഇന്നേ ദിവസം ഏറ്റവും വലിയ വാർത്തയായിരിക്കുന്നത് മോഹൻലാൽ ശബരിമലയിൽ എത്തിയ വിവരങ്ങൾ തന്നെയാണ്. വാർത്താ മാധ്യമങ്ങൾ ഇതിന് പുറകിൽ തന്നെയായിരുന്നു. വലിയ വാർത്ത തന്നെയാണ് മോഹൻലാൽ ശബരിമലയിൽ എത്തിയതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരുന്നത്. ലൈവായി തന്നെ മോഹൻലാൽ എത്തിയ ദൃശ്യങ്ങളും വിവരങ്ങളും ഒക്കെ പങ്കുവെക്കുകയായിരുന്നു വാർത്താ മാധ്യമങ്ങൾ. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായത് മോഹൻലാൽ ഇവിടെ എത്തി മമ്മൂക്കയ്ക്ക് വേണ്ടി ഉഷപൂജ നടത്തി എന്നതാണ്. ശബരിമല ദർശനം നടത്തിയ മോഹൻലാൽ നടൻ മമ്മൂട്ടിയുടെ പേരിൽ ഉഷപൂജ നടത്തി. ഭാര്യ സുചിത്രയുടെ പേരിലും നടൻ വഴിപാട് അർപ്പിച്ചു. മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രത്തിൽ മമ്മൂട്ടിക്കായി മോഹൻലാൽ വഴിപാട് നടത്തിയതാണ് ശരിക്കും ഓരോ മലയാളിയും വിസ്മയിച്ചതും. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ആരോഗ്യപരമായ ബുദ്ധിമുട്ടിലായിരുന്നു മമ്മൂട്ടിയെന്നാണ് വാർത്തകൾ വന്നത്. എന്നാൽ മമ്മൂട്ടിയുടെ PR വൃത്തങ്ങൾ ഇത് നിഷേധിച്ചുകൊണ്ട് എത്തുകയും ചെയ്തു. എന്നാൽ PR ഏജൻസികൾ വരുന്നതിന് മുമ്പ് തന്നെ വലിയ രീതിയിലുള്ള വാർത്ത പ്രചരിച്ചിരുന്നു. മമ്മൂട്ടിയുടെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടിനെ കുറിച്ചുള്ള വാർത്തകൾ അത്രയ്ക്കൊന്നും പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ലെങ്കിലും എന്നാൽ ഇന്ന് മോഹൻലാൽ വഴിപാട് നടത്തിയപ്പോൾ അത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. വാർത്താ മാധ്യമങ്ങളിൽ വലിയ വാർത്തയെ തന്നെ വന്നിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടെയാണ് മോഹൻലാൽ അയ്യപ്പ സന്നിധിയിൽ എത്തിയത്. നിലവിൽ നടന്റെ എമ്പുരാൻ എന്ന സിനിമ റിലീസിന് ഒരുങ്ങുകയാണ്. ഈ അവസരത്തിലാണ് മോഹൻലാൽ ശബരിമല ദർശനം നടത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. ഇതും പ്രേക്ഷകർ വലുതായി നോട്ട് ചെയ്തിട്ടുമുണ്ട്. 2016 മോഹൻലാൽ ഇതിനു മുമ്പ് ഒരു ശബരിമല ദർശനം നടത്തിയത്. അന്ന് പുലിമുരുകൻ എന്ന സിനിമ റിലീസാകുന്ന സമയമായിരുന്നു. ഇന്നിപ്പോഴിതാ എമ്പുരാൻ എന്ന സിനിമ റിലീസാകുന്ന അവസരത്തിൽ മോഹൻലാൽ ശബരിമല ദർശനം നടത്തിയിരിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ടാണ് ആരാധകർ സോഷ്യൽ മീഡിയയിലെത്തിയത്. കൂടാതെ മോഹൻലാൽ മമ്മൂട്ടി സൗഹൃദത്തെക്കുറിച്ചും വലിയ രീതിയിൽ സംസാരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ. ആരാധകരും ഏറ്റെടുത്തു. ഇതുകൂടാതെ എമ്പുരാൻ റിലീസാകുന്ന സമയത്ത് മോഹൻലാലിന്റെ വരാൻ പോകുന്ന മറ്റൊരു സിനിമയുണ്ട് തുടരും. ഈ ചിത്രത്തിന്റെ ട്രെയിലർ സെൻസർ ചെയ്തു എന്ന വിവരങ്ങൾ കൂടി ഇപ്പോൾ വരികയാണ്. യു സർട്ടിഫിക്കറ്റ് ആണ് ട്രെയിലറിന് ലഭിച്ചിരിക്കുന്നതും 1.52 മിനിറ്റ് ഉണ്ട് ട്രെയിലറിനെന്നും എമ്പുരാൻ എന്ന സിനിമ തിയേറ്ററിൽ ഓടുമ്പോൾ തുടരും എന്ന സിനിമയുടെ ട്രെയിലർ അറ്റാച്ച് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നും റിപ്പോർട്ടുകൾ വരികയാണ്. അപ്പോൾ എമ്പുരാൻ കാണുമ്പോൾ വിരുന്നൊരുക്കാൻ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ വരുന്നുണ്ട്. മമ്മൂട്ടിയുടെ ബസൂക്കയുടെ ട്രെയിലറും എമ്പുരാനൊപ്പം വരാനുള്ള സാധ്യത നേരത്തെ തന്നെ ചർച്ച ചെയ്തിരുന്നു. ഇതൊക്കെ കൂടാതെ എമ്പുരാൻ എന്ന സിനിമ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എന്നത് കൗതുകം ജനിപ്പിക്കുന്ന ഒന്നാണ്. ആ കൗതുകം എത്രമാത്രം ഉണ്ട് എന്ന് കാണിക്കുന്ന വിവരങ്ങൾ കൂടി ബുക്ക് മൈ ഷോയുടെ ഇൻട്രസ്റ്റിൽ രേഖപ്പെടുത്തുന്നുണ്ട് പ്രേക്ഷകർ. 2 ലക്ഷം ഇൻട്രസ്റ്റ് മറികടന്നിരിക്കുകയാണ് ബുക്ക് മൈ ഷോയിൽ എമ്പുരാൻ എന്നതും വലിയ സംഭവമായി ഇപ്പോൾ കാണേണ്ടതാണ്. അത്രയ്ക്ക് വലിയ കാത്തിരിപ്പാണ് പ്രേക്ഷകർ നടത്തുന്നതെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട്. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും മമ്മൂട്ടിയെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. മമ്മൂട്ടിയുടെ അസുഖ സംബന്ധമായ ചില കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെ മമ്മൂട്ടിയും അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ പണം മുടക്കിയ സിനിമയാണ് മമ്മൂട്ടി നായകനായി വരുന്നതും. ഇതിൽ മോഹൻലാലും അഭിനയിക്കുന്നുണ്ട്. ആ ചിത്രത്തിന് ഇപ്പോൾ ഒരു ബ്രേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ ഈ ബ്രേക്ക് എന്തടിസ്ഥാനത്തിൽ വന്നു എന്ന് ചർച്ച ചെയ്യുമ്പോൾ പലരും വലിയ രീതിയിലുള്ള ഊഹാപോഹങ്ങളിലേക്കൊക്കെ എത്തുന്നുണ്ട്. മമ്മൂട്ടിയും മഹേഷ് നാരായണനും ഒന്നിക്കുന്ന മൾട്ടി സ്റ്റാർ ചിത്രം സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലവും നടന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലവും നിർത്തിവെച്ചതായി അഭ്യൂഹങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇവയെല്ലാം തള്ളിക്കളയുകയാണ് നിർമ്മാതാക്കളിൽ ഒരാളായ സലീം റഹ്മാൻ. മമ്മൂട്ടിക്കെതിരെയും സിനിമയ്ക്കെതിരെയും പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. മാർച്ച് അവസാനത്തോടെ ചിത്രീകരണം പുനരാരംഭിക്കാൻ ഇരിക്കുന്ന വേളയിൽ ഇത്തരം പ്രചരണങ്ങൾ മലയാള സിനിമയെ തകർക്കാൻ വേണ്ടിയാണെന്ന് സലീം റഹ്മാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചു. മലയാള സിനിമയും ഓൺലൈൻ മാധ്യമങ്ങളും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിലൂടെ മലയാള സിനിമാ വ്യവസായത്തെ എങ്ങനെ തകർക്കാമെന്ന ഗവേഷണത്തിലാണ്. യാതൊരു സാമൂഹ്യ പ്രതിബദ്ധതയുമില്ലാത്ത ചില ഓൺലൈൻ മാധ്യമങ്ങൾ സിനിമ കലാസൃഷ്ടിയാണെങ്കിലും കോടികൾ മുടക്കുമുതലുള്ള ബിസിനസ് കൂടിയാണ്. ഇപ്പോൾ ഇക്കൂട്ടർ വിവാദമാക്കാൻ ശ്രമിക്കുന്നത് മഹേഷ് നാരായണൻ സംവിധാനം നിർവഹിക്കുന്ന ആൻഡോ ജോസഫ് നിർമ്മാണ കമ്പനിയുടെ ബിഗ് ബജറ്റ് മൾട്ടി സ്റ്റാർ സിനിമയെക്കുറിച്ചാണ്. വിദേശ രാജ്യങ്ങളിലെ ഷെഡ്യൂളുകളും ഡൽഹി ഷെഡ്യൂളുകളും പൂർത്തീകരിച്ച് മാർച്ച് അവസാനത്തോടെ ഷൂട്ടിംഗ് പുനരാരംഭിക്കാനിരിക്കുന്ന ചിത്രം സാമ്പത്തിക പ്രതിസന്ധിയും നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലവും ഇനി പുനരാരംഭിക്കുന്നില്ലെന്ന വ്യാജ വാർത്തയാണ് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമയായി സഹകരിക്കുന്ന ചില നടന്മാരുടെ അസൗകര്യം മൂലം ഷെഡ്യൂളുകളിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചതൊഴിച്ചാൽ സാമ്പത്തിക പ്രതിസന്ധിയോ നിർമ്മാതാക്കൾക്കിടയിലെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ സിനിമയ്ക്ക് ഇതുവരെയും ഉണ്ടായിട്ടില്ല. സിനിമ വളരെ മനോഹരവും ലളിതവുമായി അതിന്റെ പണിപ്പുരയിലാണ്. മലയാള സിനിമ ഇൻഡസ്ട്രിക്കും അഭിമാനമാകുന്ന തരത്തിൽ സിനിമ പൂർത്തിയാക്കി മുൻ തീരുമാന പ്രകാരം റിലീസ് ചെയ്യും. ഈ സിനിമയുടെ തുടരെയുള്ള വിവിധ രാജ്യങ്ങളിലെ വ്യത്യസ്ത കാലാവസ്ഥയിലുള്ള ഷെഡ്യൂളുകൾ അഭിനേതാക്കളിൽ പലർക്കും മനുഷ്യ സഹജമായി ഉണ്ടാകാവുന്ന ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ട്. അത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്കും ഉണ്ടായിട്ടുണ്ട്. അതിനെ പൊടിപ്പും തൊങ്ങലും വെച്ച് ആ പ്രിയപ്പെട്ട നടനെ വേദനിപ്പിക്കും വിധം അസത്യങ്ങൾ നിറഞ്ഞ വാർത്തകൾ പടച്ചുവിടുന്നവരും സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്നവരെല്ലാം ആ നടനെയും മലയാളികളോടും ചെയ്യുന്ന പൊറുക്കാൻ കഴിയാത്ത ക്രൂരതയാണ്. സിനിമയെ ബാധിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ശാരീരിക പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. മലയാള സിനിമാ പ്രേക്ഷകർ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയ്ക്കെതിരെയുള്ള ഇത്തരം ക്യാമ്പയിനുകൾ ഇൻഡസ്ട്രിക്ക് തന്നെ അപകടമാണ്. ഇത്തരം വ്യാജ വാർത്തകൾ പ്രേക്ഷകർ അതിന്റെ ആർജവത്തോടെ തള്ളിക്കളയണമെന്ന് സിനിമയുടെ നിർമ്മാതാക്കൾ എന്ന നിലയിൽ പ്രിയ മലയാളികളോട് അഭ്യർത്ഥിക്കുകയാണ് എന്നും സലീം റഹ്മാൻ പറയുന്നുണ്ട്.